സമയം രാവിലെ 5:10. ഇന്നൊരു ട്രിപ്പ് പോകും കേട്ടോ. ഞാൻ എറണാകുളത്തേക്ക് ട്രിപ്പ് പോകണം. ഒരു വൺ ഡേ ട്രിപ്പ്. ഫ്രണ്ട്സായിട്ടല്ല, ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇതാണ് ഞങ്ങൾ പോകുന്ന ബസ്. 34 സീറ്റ് മിനി ബസ്സാണ്. 40 പേരുണ്ട്. കറക്റ്റ് 6 മണിക്ക് തന്നെ ബസ് എടുത്തു. പിള്ളേരൊക്കെ ഫുൾ വൈബാണ് ബസ്സിനുള്ളിൽ. ഒരു ദിവസം എറണാകുളത്ത് എന്തൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റുക, ആ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വേണം വരാൻ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. ഒരു പമ്പിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. രാവിലത്തെ ഭക്ഷണം വന്നിട്ട് വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് നല്ലത്. ഞങ്ങൾക്ക് ഓട്ടത്തിന് സെറ്റാവില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവന്നു. രാവിലത്തെ ഭക്ഷണം പൊറോട്ട, നൂലുപുട്ട്, പത്തിരിയുണ്ട്, ഇറച്ചിക്കറിയുണ്ട്. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ആലുവയ്ക്കാണ്. ആലുവയിൽ നിന്നാണ് മെട്രോ ട്രെയിൻ കയറുന്നത്. ഇവിടുന്ന് മെട്രോ ട്രെയിനിൽ കയറിയിട്ട് നേരെ പോകുന്നത് എടപ്പള്ളിയിലേക്ക്. ആലുവയിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് കറക്റ്റ് 50 മിനിറ്റ് യാത്രയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോ ട്രെയിൻ കയറുന്നത്. അപ്പോൾ ഇവിടെ നേരെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ മെട്രോ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. രാവിലെ 9 മണിയോട് നല്ല തിരക്ക്. അതുകൊണ്ട് കുറേ നേരം നിന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ സീറ്റ് കിട്ടിയപ്പോൾ അവിടെ പോയിരുന്നു. ഇനി ഒരു 10-15 മിനിറ്റും കൂടി ഉണ്ട് എടപ്പള്ളി എത്താൻ. അങ്ങനെ എടപ്പള്ളി എത്തി. ഇതാണ് ഞങ്ങൾ വന്ന മെട്രോ ട്രെയിൻ കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഹിൽ പാലസിലേക്കാണ്. ഹിൽ പാലസ് മ്യൂസിയം പറയും. അങ്ങനെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഉള്ളിൽ പോയി. അവിടെ വന്നിട്ട് കുട്ടികൾക്ക് 10 രൂപയും വലിയവർക്ക് 50 രൂപയും ടിക്കറ്റ്. ഈ ഹിൽ പാലസ് മ്യൂസിയത്തിൽ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയിൻ സിനിമ വന്നിട്ട് മണിച്ചിത്രത്താഴാണ്. അപ്പോൾ ഈ പടിയൊക്കെ കയറിയിട്ട് വേണം മേലെ പോകാൻ. അതിൻ്റെ ഉള്ളിൽ കയറണം പറഞ്ഞ് ചെരുപ്പ് അഴിച്ചാക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ ഷൂ ഒക്കെ അഴിച്ചിട്ട് ഉള്ളിൽ കയറി. ഇവിടെ തൊട്ട് ഒരുപാട് പുരാവസ്തുക്കളുള്ള മ്യൂസിയം കേട്ടോ. ചുരുങ്ങിയത് ഒരു 150 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഫുള്ളായിട്ട് റൗണ്ട് അടിച്ച് നേരെ ഞങ്ങൾ താഴെ വന്നു. പിന്നെ വന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ മ്യൂസിയത്തിൻ്റെ സൈഡിൻ്റെ വണ്ടി പാർക്കിയത് അവിടെ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. രാവിലെ 4 മണിക്ക് എണിച്ചുകൊണ്ട് പോകുന്നു. ഭയങ്കര ക്ഷീണം. ഒരു അരമണിക്കൂർ മയങ്ങാൻ വെച്ചിട്ട് ഞാൻ അരമണിക്കൂർ കടന്നു. എന്നിട്ട് അവിടെ നേരെ പോയത് എറണാകുളം ബോട്ട് ചെട്ടിക്കാണ്. ഇവിടെ നിന്നൊരു ബോട്ട് യാത്രയാണ്. ഇവിടുന്ന് വലിയ ബോട്ടും ചെറിയ ബോട്ടൊക്കെ നോക്കി നിൽക്കാൻ നല്ല രസം. അങ്ങനെ ബോട്ടിൽ കയറി. ബോട്ടിൽ കയറിയപ്പോൾ പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ. ബോട്ടിൽ കയറിയപ്പോൾ എനിക്ക് വീട്ടിലിരിക്കണ പോലെ തന്നെ ഉണ്ട്. ബോട്ടിലിരിക്കണ പോലെ തോന്നിയില്ല. അങ്ങനെ ബോട്ടിൽ ഞങ്ങൾ നേരെ പോയിട്ട് ഇറങ്ങിയത് വൈപ്പില്ല കേട്ടോ. വൈപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് നേരം നിന്നു. ഒന്നുമില്ല, അവിടെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ വരാണ്ട്. ഞങ്ങൾ 2 ബോട്ടിലായിട്ടാണ് വന്ന്. ഞങ്ങൾ 10-15 പേര് ഒരു ബോട്ടിലും ബാക്കിയുള്ള ആൾക്കാർ വേറെ ബോട്ടിലും. അപ്പോൾ അവരിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ നിന്നു, അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട്. അങ്ങനെ അവരൊക്കെ വന്ന ശേഷം ഞങ്ങൾ കുറച്ച് അവിടുന്ന് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ പോയത് ബീച്ച് കാണാനാണ്. ഞങ്ങൾ ചെറായി ബീച്ചിൽ പോകാൻ വേണ്ടിയിരുന്നു. ചെറായി ബീച്ചിൽ പോകാൻ പറ്റില്ല പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് വൈപ്പിൻ ബീച്ചിലേക്കാണ്. ഞാനെന്താ അങ്ങനെ താറാവ് നടക്കുമ്പോൾ നടക്കണമെന്ന് വിചാരിക്കണ്ട. ഷൂട്ടിട്ട് മണ്ണിൽ കൂടെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ച്. പാലക്കാട് ഇല്ലാത്തതുകൊണ്ട് കിട്ടാത്തതുണ്ട്. പാലക്കാട് ഇല്ലാത്ത കടലിൽ കിട്ടാത്ത ഫ്രഷ് കടൽ മത്സ്യം. ഇത് രണ്ടും പാലക്കാടില്ല. ബീച്ച് എത്തുമ്പോൾ തന്നെ സമയം 5 മണി കഴിഞ്ഞു. അതുകൊണ്ട് സൺസെറ്റൊക്കെ കാണാൻ പറ്റിയിട്ടാ. അങ്ങനെ ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി. ഇനി എവിടെ പോകാൻ സമയമില്ല. ഇപ്പോൾ തന്നെ സമയം രാത്രി 9 മണി കഴിഞ്ഞു. ഇനി നേരെ പോകുന്നത് വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ പിന്നെ കാണാം.